റൂം ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് തിരക്കിലാണ് കേട്ടോ. അപ്പൊ ഞാനേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ കുറച്ച് സെറ്റ് ചെയ്യണം. നാളെ നമ്മള് ഫ്ലാറ്റ് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടെ കാണിച്ചു തരാന്ന് കരുതി. ഭയങ്കരമായിട്ട് ചുണ്ട് ഡ്രൈ ആവുന്നുണ്ട്. അപ്പൊ ലിബാമൊക്കെ ഇട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോള് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. കുറച്ച് ചെറിയ രീതിയിൽ ചെറിയ പനിയൊക്കെ ഉണ്ട് പുള്ളിക്കാരിക്ക്. അപ്പൊ നമ്മൾ ഇന്നലെ ഡോക്ടറൊക്കെ കാണിച്ചു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം ഞാനിത് അടുക്കിപ്പെറുക്കി വെക്കുന്നതുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ വലിച്ചു വാരി ഇട്ടിട്ടാണ് ഉള്ളത്. എവിടുന്ന് എന്ത് തുടങ്ങണമെന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ ദിവസവും ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് ഞാൻ അറിയാലോ നമ്മൾ പക്ഷെ ഫ്ലാറ്റ് ഇന്നലെയാണ് സൺഡേ ആണ് നമ്മൾ കണ്ടത് സെറ്റായത്. അപ്പോൾ അതിലിടയ്ക്ക് ഞാൻ ഫ്ലാറ്റ് കിട്ടും മുന്നേ ഞാൻ ചെറുങ്ങനെ പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാവിലെ ദോശയും ഉഴുന്ന ദോശയുണ്ട്. ദോശയും മീൻകറിയും കൂടെ കൂട്ടിയിട്ട് ഞാൻ കഴിക്കുകയാണ്. ആമ ഏതായാലും മെല്ലെ എഴുന്നേക്കട്ടെ, കാരണം അവൾ ഉറങ്ങുമല്ലേ, അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇവിടെ എനിക്കും ഏട്ടനും മോക്കും എല്ലാം ജലദോഷം തന്നെയാണ്. തണുപ്പ് പിടിച്ചുകൊണ്ട് എന്റെ സൗണ്ടിന് നല്ല വ്യത്യാസമുണ്ട്. ഇനിയിപ്പം റൂം ഷിഫ്റ്റിങ് ഫ്ലാറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ നന്നായിട്ട് പൊടി ഉണ്ടാവും. ഇവിടുത്തെ തന്നെ എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഓണർക്ക് ചാവിയൊക്കെ കൊടുക്കാൻ. അപ്പൊ അതിൻ്റെതായ രീതിയിൽ പൊടിയൊക്കെ അടിച്ച് നന്നായിട്ട് അവസ്ഥ ദയനീയമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ബാക്കി എന്റെ ക്ലീനിങ് എന്നല്ല, നമ്മളെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഞാൻ പറ്റുന്നതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. കുട്ടി എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് മാറ്റി സെറ്റ് ആയിട്ടുണ്ട്. എന്തൊക്കെയല്ലോ പറയുന്നുണ്ട്. അപ്പൊ ആമ എഴുന്നേറ്റ് സെറ്റായി. ഇനി ആമയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് വേണം എനിക്ക് ബാക്കി പരിപാടി തുടങ്ങാൻ. ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ കവറിലോട്ട് ആക്കിയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കാണ് കേട്ടോ ചെയ്യുന്നേ. രണ്ടര ആയിട്ടുണ്ട്. ഇനിയിപ്പോ ദോശ ഉണ്ടാക്കണം, നമുക്ക് കഴിക്കണം. ഇനിയും കുറെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ പാക്കിംഗ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. നിറച്ചും സാധനങ്ങളാണ്. അപ്പൊ ഞങ്ങള് എല്ലാ റൂമും കാലിയാക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മള് ഓൾമോസ്റ്റ് എല്ലാം എടുത്തു കഴിഞ്ഞട്ടോ. ഇനി കുറച്ചും കൂടെ ഈ സോഫയും വാഷിംഗ് മെഷീന് അങ്ങനെയുള്ള കുറച്ച് ഐറ്റം കൂടെ മാത്രമാണ് എടുത്തു വെക്കാനുള്ളൂ.